റാംകട്ട് എന്നൊരു കാടുണ്ടായിരുന്നു. അവിടെ 4 സുഹൃത്തുക്കൾ താമസിച്ചിരുന്നു. മങ്കുവും കാളയും റോസിയും പിന്നെ രാജയും. അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. എല്ലാ ദിവസവും ഒരുമിച്ച് കളിക്കുകയും സംസാരിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം, എടാ വല്ലാതെ ബോറടിക്കുന്നു. അതെ, നീ പറഞ്ഞത് ശരിയാണ്. ശരി വാ നമുക്ക് കളിക്കാൻ പോവാം. എന്നാ ശരി, പോവാം. ആ 4 സുഹൃത്തുക്കളും ചേർന്ന് കളിക്കാൻ പോയി. ഒരു പുഴയോരത്ത് അവർ 4 പേരും കൂടി ആടി തിമിർക്കാൻ തുടങ്ങി. മരം കയറി ഊഞ്ഞലാടി വെള്ളത്തിലേക്ക് ചാടുക, ഇങ്ങനെ കളിക്കുകയായിരുന്നു. അപ്പോൾ ആ വഴി എത്തിയ 2 ചെറുപ്പക്കാർ ആ നദിയിൽ വെള്ളം കുടിക്കാനായി അവിടെ എത്തി. അവരെ കണ്ട് കാളിയ ഇങ്ങനെ പറഞ്ഞു, ഈ രണ്ടുപേർക്കും ഈ കാട്ടിൽ എന്താ പണി? നമ്മളെ വേട്ടയാടാനാണ് ഇവര് വന്നത്. ആ ചെറുപ്പക്കാർ തങ്ങളുടെ ദാഹം തീർത്ത് ഒരു മരത്തിന്റെ ചോട്ടിലിരുന്നു. രാജൻ അവരെ സൂക്ഷിച്ചു നോക്കി ഇങ്ങനെ പറഞ്ഞു, ഇവര് വേട്ടക്കാരെന്നല്ല. ഇവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ഡിപ്രഷൻ പിടിച്ചിരിക്കുകയെന്ന്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, വരൂ. ആ 4 സുഹൃത്തുക്കളും ചെറുപ്പക്കാരെ നോക്കി നടന്നു തുടങ്ങി. അപ്പോഴാണ് ആ ചെറുപ്പക്കാർ ഈ മൃഗങ്ങളെ ശ്രദ്ധിച്ചത്. ഈ 4 മൃഗങ്ങളും നമ്മളെ നോക്കിയാണല്ലോ വരുന്നത്. അതല്ലോ, നമ്മളെ കൊല്ലാനായിരിക്കും ഇവര് വരുന്നത്. അപ്പോഴേക്കും ആ 4 പേരും അവരുടെ അടുത്തെത്തി. ഭയന്ന ചെറുപ്പക്കാരുടെ ഹൃദയമിടിപ്പ് അധികരിച്ചു. നിങ്ങൾ പരിഭ്രമിക്കണ്ട, നിങ്ങളെ ഉപദ്രവിക്കാനല്ല ഞങ്ങൾ വന്നത്. നിങ്ങൾ ഇവിടെ ഞങ്ങളെ വേട്ടയാടാനാണോ അല്ലെങ്കിൽ ഫ്രണ്ട് ആകാനാണോ വന്നത്? ഇത് കേട്ടപ്പോൾ ചെറുപ്പക്കാർക്ക് ആശ്വാസമായി. ചെറുപ്പക്കാർ ചിന്തിച്ചു, അവരോട് സൗഹൃദത്തിന് വന്നവരാണ് മൃഗങ്ങൾ. അല്ല അല്ല, ഞങ്ങൾ വേട്ടക്കാരൊന്നല്ല. ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നവരുമല്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ സുഹൃത്തുക്കളാകാൻ പറ്റുമോ? പിന്നെന്താ, തീർച്ചയായും. ഇന്നു മുതൽ നമ്മൾ സുഹൃത്തുക്കളാണ്. വരൂ, നമുക്ക് ഒന്നിച്ച് കളിക്കാൻ പോകാം. കളി തുടങ്ങുന്നതിന് മുമ്പ് സോഹനും മോഹനും അവരെ കുറിച്ച് പറയാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും അനാഥരാണ്. കുപ്പ പെറുക്കുന്നതാണ് ഞങ്ങളുടെ ജോലി. അങ്ങനെയാണ് ഞങ്ങൾ വിശപ്പടക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരും ക്ഷീണിച്ചത് കൊണ്ടാണ് ഈ നദിയിൽ വെള്ളം കുടിക്കാൻ വന്നത്. ഡോൺ വറി, ഞങ്ങളല്ലേ നിങ്ങളുടെ കൂടെ. നിങ്ങളെ ഒരിക്കലും ഞങ്ങൾ പട്ടിണിക്കിടില്ല. സന്ധ്യ ആയപ്പോൾ മോഹനും സോഹനും അവരുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി. ഫ്രണ്ട്സ്, രാത്രിയായി തുടങ്ങി. ഞങ്ങൾ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. നാളെയും ഞങ്ങൾ വരും, നിങ്ങളെ കാണാനായും കളിക്കാനായി. തീർച്ചയായും വരണം. എല്ലാ ദിവസവും വരണം കേട്ടോ. നമുക്ക് ഒന്നിച്ച് കളിച്ചു തകർക്കാം. ചെറുപ്പക്കാർ യാത്ര പറഞ്ഞ് തിരിച്ചുപോയി. 4 സുഹൃത്തുക്കളും അവരവരുടെ വീടുകളിലേക്ക് പോയി. അടുത്ത ദിവസം രാവിലെ തന്നെ അവർ കാട്ടിലേക്ക് നീന്താൻ പോയി. വൈകുന്നേരമായപ്പോഴേക്കും സോഹനും മോഹനും അവരെ കാണാനെത്തി. ഹൈ, നിങ്ങൾ രണ്ടുപേരും എത്തിയോ? അപ്പൊ ഇന്നും നമുക്ക് അടിച്ചു പൊളിക്കല്ലേ? ഞങ്ങൾ ഇന്ന് നേരത്തെ ജോലി തീർത്തു വന്നു. എന്തിനാന്നറിയോ? നിങ്ങളുടെ കൂടെ ചേർന്ന് കളിക്കാൻ വേണ്ടിട്ടാ. അങ്ങനെയാണെങ്കിൽ എന്തിനാ സമയം കളയുന്നത്? വേഗം നമുക്ക് കളിക്കാൻ തുടങ്ങാം. ശരിയാണ്, വരൂ. നേരം പോയതറിയാതെ അവർ എല്ലാവരും കളിച്ചു രസിച്ചു. അങ്ങനെ സന്ധ്യ മയങ്ങി തുടങ്ങി. എനിക്ക് വല്ലാതെ വിശപ്പ്. എനിക്കും. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വിശക്കുമ്പോഴേ ഞാൻ എങ്ങനെ ഇവിടെ വെറുതെ നിൽക്കാനാ? ഞാൻ ഇപ്പോൾ തന്നെ പോയി കുറെ പഴങ്ങൾ പറിച്ചിട്ട് വരാം. മങ്ക് കൊണ്ടുവന്ന പഴവർഗ്ഗങ്ങളെ ആ സുഹൃത്തുക്കൾ എല്ലാവരും ചേർന്ന് ഒരു മരത്തിന്റെ ചോട്ടിൽ ഇരുന്ന് പങ്കിട്ട് കഴിച്ചു. സുഹൃത്തുക്കൾ സംസാരിച്ചും ചിരിച്ചും ഭക്ഷിച്ചും നേരം ചെലവിട്ടു. മോഹനും സോഹനും പോകാനുള്ള സമയമായി. ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി ഫ്രണ്ട്സ്. അപ്പൊ നാളെ കാണാം. നാളെ കുറച്ച് നേരത്തെ വാ, നമുക്ക് കുറെ കളിച്ച് അടിച്ചു പൊളിക്കാം. ശരി, നാളെ വേഗം വരാം. അപ്പൊ നാളെ കാണാം. ബൈ ബൈ ബൈ. പിറ്റേ ദിവസം മോഹനും സോഹനും സുഹൃത്തുക്കളെ കാണാൻ നേരത്തെ തന്നെ എത്തി. അപ്പോൾ ആ 4 പേരും ഈ ചെറുപ്പക്കാരെ കാത്തു നിൽക്കുകയായിരുന്നു. ഹൗ ആർ യു ഫ്രണ്ട്സ്? വി ആർ ഫൈൻ. നിങ്ങൾക്ക് സുഖല്ലേ? ഞങ്ങൾക്ക് സുഖം. വരൂ, ഇന്ന് നമുക്ക് കാട്ടിന്റെ ഉള്ളിലേക്ക് പോവാം. നല്ല രസമായിരിക്കും അവിടെ. വാ പോവാം. വരൂ, ഞാൻ പറന്നു വരാം. അങ്ങനെ എല്ലാവരും കാട്ടിന്റെ ഉള്ളിലേക്ക് പോയി. സോഹന് ഉൾക്കാട്ടിൽ ചുറ്റുന്നത് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ടാണ് അവൻ ഒരു കാടിന്റെ ഉൾഭാഗം കാണുന്നത്. അവനത് വളരെയധികം സന്തോഷം നൽകി. അവിടെ ഒരു ഗുഹ ഉണ്ടായിരുന്നു. എടാ, അവിടെ നോക്ക്, ഒരു വലിയ ഗുഹ. വല്ലാതെ അപകടം പിടിച്ചതാണെന്നാ തോന്നുന്നത്. ഞാൻ അങ്ങോട്ടില്ല. ഹൈ, പേടിക്കല്ലടോ. ഒരു കാര്യം ചെയ്യാം, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് അവിടെ പോയി നോക്കാം അവിടെ എന്താ ഉള്ളതെന്ന്. അങ്ങനെ അവരെല്ലാവരും കൂടി ഗുഹയുടെ ഉള്ളിലേക്ക് പോയി. ഗുഹയുടെ ഉള്ളിൽ കനത്ത ഇരുട്ടായിരുന്നു. മങ്ക് ഒരു പന്തം കത്തിച്ച് വെളിച്ചമുണ്ടാക്കി. പന്തം തെളിയിച്ച് അവർ പതുക്കെ പതുക്കെ ഗുഹയുടെ ഉള്ളിലേക്ക് പോയി. ഇത് കൂരാക്കൂരി ഇരുട്ടാണല്ലോ. ഇതിൽ എന്തായിരിക്കും ആർക്കറിയാം. ഇതിൽ എന്തായാലും നമ്മൾ കാണാനല്ലേ പോകുന്നത്. വളരെ ശ്രദ്ധയോടെ കൂടെ മുന്നോട്ട് പോവാം. കുറച്ചു ദൂരം ഉള്ളിലേക്ക് ചെന്നപ്പോൾ ഒരു തിളങ്ങുന്ന വസ്തു അവർ കണ്ടു. അതിന്റെ തിളക്കം കാരണം ഗുഹ മുഴുവൻ വെട്ടമായിരുന്നു. അയ്യോ, അതെന്താ തിളങ്ങുന്ന സാധനം? വല്ല നിധിയായിരിക്കും. ശരി, വാ നമുക്ക് പോയി നോക്കാം. ആ തിളങ്ങുന്നത് എന്താന്ന് നമുക്കറിയാം. അവർ പതുക്കെ മുന്നോട്ട് നീങ്ങിയപ്പോൾ ഒരു പെട്ടി കണ്ടു.
അവർ ആ വലിയ പെട്ടി തുറന്നു നോക്കിയപ്പോൾ അതിൽ മുഴുവൻ വൈരങ്ങളും സ്വർണവുമായിരുന്നു. ഇത് കണ്ട എല്ലാവരും ആശ്ചര്യഭരിതരായി സ്തംഭിച്ചു നിന്നു. എന്റെ അമ്മേ, ഇത് ശരിക്കും നിധി തന്നെയാണ്. അതെ, ഏതോ പഴങ്കാല രാജാവ് ഇവിടെ നിധി സൂക്ഷിച്ചു വെച്ചതായിരിക്കും. ഇനി ഈ നിധി നമ്മുടെ അല്ലേ? അല്ല, ഇത് ആക്ച്വലി ഗവൺമെന്റിന്റെ സ്വത്താണ്. എന്തുകൊണ്ട് നമുക്കിത് പോലീസിൽ ഏൽപ്പിച്ചൂടാ? അപ്പോൾ ആ കാട്ടിലെ രാജാവായ സിംഹം അവിടെ എത്തി. ഈ നിധി നിങ്ങളുടെ അല്ല, നിങ്ങളുടെ സർക്കാരിന്റെ അല്ല. ഈ കാട്ടിന്റെ രാജാവ് ഞാനാണ്. അതുകൊണ്ട് ഈ നിധി എന്റേതാണ്. അങ്ങനെയല്ല രാജാവേ, ഈ നിധി ഞങ്ങളുടെയാണ്. ഈ നിധി നിങ്ങൾക്ക് കിട്ടുന്ന സ്വപ്നം കാണണ്ട. രണ്ട് മനുഷ്യന്മാരുണ്ടെന്ന് വെച്ച് എന്നെ ധിക്കരിക്കുന്നോ നിങ്ങള്? എല്ലാരും ഇടിച്ച് ചമ്മന്തിയാക്കും, ജീവനോടെ വെച്ചേക്കില്ല. എടാ സിംഹമേ, നീ ഞങ്ങളെ പേടിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് നിന്നെ ഒരു പേടിയില്ല. പെട്ടെന്ന് സോഹനും മോഹനും കാളിയെയും കയ്യിൽ കമ്പെടുത്ത് സിംഹത്തെ നോക്കി നടക്കാൻ തുടങ്ങി. അപ്പോൾ പേടിച്ച സിംഹം പുറകോട്ട് നടക്കാൻ തുടങ്ങി. അപ്പോൾ മങ്കുവും കൂട്ടുകാരും ചേർന്ന് സിംഹത്തെ വിരട്ടാൻ തുടങ്ങി. ഇത് കണ്ട് പേടിച്ച സിംഹം രക്ഷപ്പെട്ടോടിപ്പോയി. അങ്ങനെ നമ്മൾ സിംഹത്തെ വിരട്ടി ഓടിച്ചു. സൂപ്പർ, അതെല്ലാം കൊള്ളാം. പക്ഷെ വല്ലാതെ വിശക്കുന്നു. നേരെ ഇരുട്ടായി. മങ്കു, ഭക്ഷണത്തിന് വേണ്ടി നീ എന്തെങ്കിലും ചെയ്യടാ. ആ കാര്യം ഞാൻ ഏറ്റുന്നേ. ആദ്യം നമുക്ക് ഈ ഗുഹേന്ന് പുറത്തു പോവാം. ഓക്കെ, ആ പുഴയുടെ തീരത്തിരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാം. കുറച്ചു സമയത്തിനുള്ളിൽ മങ്കു പഴങ്ങൾ പറിച്ച് അവിടെ എത്തി. എല്ലാവരും കൂടി പങ്കിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കാളിയ ഇങ്ങനെ പറഞ്ഞു: മോഹൻ, സോഹൻ, ഞങ്ങൾക്ക് ജനറലി മനുഷ്യരെ വിശ്വാസമില്ല. പക്ഷെ നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ഫ്രണ്ട്സ് ആയതുകൊണ്ട് നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ, അതുകൊണ്ടേ ഈ നിധി നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. എന്നിട്ടേ പോലീസിന്റെ കയ്യിൽ അത് ഏൽപ്പിച്ചേക്കണം. മോഹനും സോഹനും അതുപോലെ തന്നെ ചെയ്തു. അവർ രണ്ടുപേരും നിധി കൊണ്ടുപോയി പോലീസിൽ ഏൽപ്പിച്ചു. ആ നിധി പോലീസിൽ ഏൽപ്പിക്കുന്നത് വരെ അവർ രണ്ടുപേരെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു റോസിക്കുരുവി. മനുഷ്യരാണെങ്കിലും സത്യസന്ധരാണിവർ. അവിടെ നിന്നും കാട്ടിൽ പറന്നെത്തിയ റോസിക്കുരുവി കൂട്ടുകാരോട് ഇങ്ങനെ പറഞ്ഞു: ആ മനുഷ്യർ സത്യസന്ധരാണ്. ആ സ്വർണ്ണനിധിയെ പോലീസിൽ ഏൽപ്പിക്കുന്നത് ഞാൻ ശരിക്കും കണ്ടു. അങ്ങനെയെങ്കിൽ ഇതൊരു ലോങ് ലാസ്റ്റിംഗ് ഫ്രണ്ട്ഷിപ്പ് ആണ്. അതിനുശേഷം അവരുടെ സൗഹൃദം സുദൃഢമായി. എല്ലാ ദിവസവും പുഴയിൽ കുളിക്കാനും കളിക്കാനും അവർ എത്തി സന്തുഷ്ടരായി ജീവിച്ചു.